ഈ മുട്ടയിലൂരി അത് ചെറുക്കനാണോ പ്രശ്നക്കാരൻ? ഇങ്ങോട്ട് വാ, വിരിഞ്ഞതാണല്ലോ അത് കാണിച്ചു തരാം ഞാൻ. 2K കിടാന്ന് നിനക്ക് നേരത്തെ പറയാറുന്നില്ലേ? ഇറങ്ങാതിരിക്കെ. എന്തിനാ എടുത്താടല്ലേ? എന്ത് കാര്യം ഉണ്ടില്ലെന്നൊക്കെ പറഞ്ഞു പറയട്ടെ. എന്ത് കാര്യം? ഇതൊക്കെ തെറ്റാന്ന് പറ. ഈ പുള്ളിക്കാരോടൊന്നും മിണ്ടാതിരിക്കാൻ ഞാനൊന്ന് പറഞ്ഞ് തീർത്തോട്ടെ, ഒന്ന് മാറി നിൽക്കാം അങ്ങോട്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, അല്ല എന്തിനാ നീ ഇപ്പൊ ഈ സ്കൂളിന് ചുറ്റും തീയൊക്കെ ഇട്ടെ? എന്താ കാര്യം എന്ന് പറയാ? നീ ഹോംവർക്ക് ചെയ്തതിന് തല്ലി തന്നെ. ഹോംവർക്ക് ചെയ്യാത്തതിനാണോ നീ സ്കൂളിൽ തീയിട്ടെ? മണ്ട. പിന്നെ ദേഷ്യം വരൂലേ? തീർന്ന ചെറുക്കനെ ഞാനിന്ന് വിട്ടു. ഇനി ഇങ്ങനെ വിട്ടാ പറ്റൂല. നമ്മുടെ ഉണ്ടാ തോക്കൊക്കെ. സ്റ്റാൻഡപ്പ്. ആ തോക്ക് മാറ്റു നീ. നിന്റെ ഈ പ്രായത്തിൽ ഞാൻ ഉജാലക്കുപ്പിയിൽ ടയറും വെച്ച് ഉന്തി നടക്കായിരുന്നു. തോക്ക് താഴെ ഇതന്നെ കിരീട സിനിമയോ? ഭാഗ്യവും തീയിട്ടുള്ളൂ, കുത്തിക്കൊന്നില്ലല്ലോ. ഇപ്പൊ തീയിട്ടിട്ടല്ലോ, കാണിച്ചു തരാം ഞാൻ. ഇത് ഞാനൊന്ന് ഉപദേശിച്ചാ മതിന്നേ. അവന്റെ അടുത്തിട്ട് പോവണ്ട. മാമൻ പറയണൊന്ന് കേട്ടെ. മൂത്തേരെ ബഹുമാനിക്കണം. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഫുൾ MBBS ആണ്. അത് MDMA. ഇന്ന് വന്ന് തീയിട്ട് നാളെ ബോംബ് ഇടുവന്മാര്. ദേ ഒരു അടിപൊളി ചെറുക്കൻ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വിശ്വ മ്യൂസിക്കിനെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഞാനങ്ങനെ ചെയ്യണില്ല. ഫോളോ ചെയ്യണില്ലേ? പിന്നെ എനിക്ക് വേറെ പണിയില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എനിക്ക് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. എന്നതേ ആ മൂലയ്ക്ക് പോയിട്ടിരിക്കും. ഞാൻ ഈ സ്കൂളിലെ സാറാണ്. ഗുഡ് മോർണിംഗ് സാർ. അതല്ല എനിക്ക് ഇവനെ കൊണ്ടൊക്കെ എനിക്കൊരു തെറ്റ് പറ്റിയതാ. ഇപ്പൊ എങ്കിലും തോന്നിയില്ല. ബോംബ് വെക്കാനായിരുന്നേ. ബോംബോ? നാടൻ. ഇനി നീ മിണ്ടിയാ നിന്റെ അണ്ണാക്കിലിടും ഞാൻ. ഇന്ന് ഉച്ചക്ക് സ്കൂളിൽ വിടാവോ? നീ 2K ആണാ? ഞാൻ 90 കിഡാ. അതെന്നാ നിന്റെ കഴുത്തിലൊരു പാട്? അത് എന്റെ ഗേൾഫ്രണ്ട്. ഗേൾഫ്രണ്ടോ? നിനക്കോ? ഈ 30 കഴിഞ്ഞ എനിക്ക് പോലും ഇല്ല പെണ്ണ്. അപ്പോഴാണ് 10 വയസ്സായ നിനക്ക്. അതൊക്കെ ഞങ്ങൾ 80s. ഇവരുടെ തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ കാടും മലയും കയറി കഥ പറയും. അതാരും ഒന്നുമില്ല, മൈൻഡ് ചെയ്യണ്ട. ചോറുണ്ട സമയം പറയില്ല. ഞങ്ങൾ ഇവരെ പോലെ ഒന്നല്ല. തോക്കെടുത്ത് വിട്. ഞാനേ മാസം കാണിക്കാൻ വേണ്ടി ചുമ്മാ കാണിച്ചതാ. വിട്. ഇനിമാതി മാസം കാണിച്ചാൽ നല്ല ഇടി വെച്ച് തരും. ഇനി 2K കിഡ് 90 കിഡ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ പൊന്നേട്ടാ എന്നെ ഒന്ന് വെറുതെ വിട്. പക്ഷെ ഇങ്ങനെയൊക്കെ കമന്റിന്റെ അടിയിൽ പറയുമ്പോൾ ഒരു സുഖം. അപ്പൊ നീ ഞങ്ങളെ കുറിച്ച് എന്തൊക്കെയായിരിക്കും പറയണേ? നിങ്ങൾ ഈ വാട്സപ്പ് അമ്മമാരെ കുറിച്ച് ഞാൻ എന്തോ അറിയാനാ? ഞങ്ങൾ ഈ വാട്സപ്പ് അമ്മമാരുടെ കയ്യിലെ പവർ ഞാൻ കാണിച്ചു തരാം. അയ്യോ തല്ലല്ലേ. അയ്യോ 2025 തൊട്ട് തുടങ്ങിയതാണ്.